വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. ഇത് ആരുടെ വാക്കുകളാണ്? വായിച്ചു വളരുക, ചിന്തിച്ചു വിവേകം നേടുക. ഇത് ആരുടെ വാക്കുകളാണ്? പി എൻ പണിക്കർ. പി എൻ പണിക്കരുടെ വാക്കുകളാണ്. ഉണ്ണീസ് വിജയപാത അവതരിപ്പിക്കുന്ന വായനാദിനം ക്വിസ്. ഏത് ക്വിസിലും ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയ ഈ ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉണ്ണീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്തോളൂ. പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പി എൻ പണിക്കരുടെ മുഴുവൻ പേര് എന്താണ്? പുതുവായിൽ നാരായണ പണിക്കർ. പുതുവായിൽ നാരായണ പണിക്കർ എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. പി എൻ പണിക്കരുടെ മാതാപിതാക്കൾ ആരെല്ലാം? പി എൻ പണിക്കരുടെ മാതാപിതാക്കൾ ആരെല്ലാം? പുതുവായിൽ ഗോവിന്ദപിള്ള, ജാനകിയമ്മ എന്നിവരാണ് പി എൻ പണിക്കരുടെ മാതാപിതാക്കൾ. പി എൻ പണിക്കർ ജനിച്ച നാട് ഏതാണ്? പി എൻ പണിക്കർ ജനിച്ച നാട്, അദ്ദേഹത്തിന്റെ ജന്മനാട് ഏതാണ്? നീലംപേരൂർ. ആലപ്പുഴ ജില്ലയിലെ നീലംപേരൂർ ആണ് പി എൻ പണിക്കരുടെ ജന്മനാട്. പി എൻ പണിക്കർ ജനിച്ചത് എന്നാണ്? പി എൻ പണിക്കർ ജനിച്ചത് എന്നാണ്? 1909 മാർച്ച് 1. 1909 മാർച്ച് 1 പി എൻ പണിക്കർ ജനിച്ചത്. തന്റെ ജന്മനാട്ടിൽ പണിക്കർ സ്ഥാപിച്ച വായനശാല ഏത്? തന്റെ ജന്മനാട്ടിൽ പണിക്കർ സ്ഥാപിച്ച വായനശാല ഏത്? സനാതനധർമ്മം വായനശാല. സനാതനധർമ്മം വായനശാല. ഏത് വർഷമാണ് പി എൻ പണിക്കർ സനാതനധർമ്മം വായനശാല സ്ഥാപിച്ചത്? ഏത് വർഷമാണ് പി എൻ പണിക്കർ സനാതനധർമ്മം വായനശാല സ്ഥാപിച്ചത്? 1926 അദ്ദേഹത്തിന്റെ 17ാമത്തെ വയസ്സിലാണ് പണിക്കർ സനാതനധർമ്മം വായനശാല സ്ഥാപിച്ചത്. 1938 ആരുടെ സ്മാരകമായാണ് പണിക്കർ അമ്പലപ്പുഴയിൽ പി കെ മെമ്മോറിയൽ ലൈബ്രറി ആരംഭിച്ചത്? 1938 ആരുടെ സ്മാരകമായാണ് പണിക്കർ അമ്പലപ്പുഴയിൽ പി കെ മെമ്മോറിയൽ ലൈബ്രറി ആരംഭിച്ചത്? സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണപിള്ളയുടെ സ്മാരകമായി. സാഹിത്യ പഞ്ചാനനൻ പി കെ നാരായണപിള്ളയുടെ സ്മാരകമായി. പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം നടന്നത് എന്ന്? പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം നടന്നത് എന്ന്? 1945 സെപ്റ്റംബർ 14. 1945 സെപ്റ്റംബർ 14 അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സമ്മേളനം നടന്നത്. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആര്? അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആര്? പി എൻ പണിക്കർ. പി എൻ പണിക്കരാണ് അതിന്റെ ആദ്യത്തെ സെക്രട്ടറി. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വായിക്കുക, വളരുക. റീഡ് ആൻഡ് ഗ്രോ. വായിക്കുക, വളരുക. അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേര്? അഖില തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേര്? ഗ്രന്ഥാലോകം. ഗ്രന്ഥാലോകം എന്ന പേരിലാണ് മുഖപത്രം ഇറക്കിയത്. ഗ്രന്ഥാലോകം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം? ഗ്രന്ഥാലോകം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം 1948. 1948 ഗ്രന്ഥാലോകം പ്രസിദ്ധീകരണം ആരംഭിച്ചത്. ഗ്രന്ഥാലോകത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? ഗ്രന്ഥാലോകത്തിന്റെ ആദ്യത്തെ പത്രാധിപർ ആരായിരുന്നു? എസ് ഗുപ്തൻ നായർ. എസ് ഗുപ്തൻ നായരാണ് ഗ്രന്ഥാലോകത്തിന്റെ ആദ്യത്തെ എഡിറ്റർ അഥവാ പത്രാധിപർ. കേരള ഗ്രന്ഥശാല സംഘം നിലവിൽ വന്ന വർഷം? കേരള ഗ്രന്ഥശാല സംഘം നിലവിൽ വന്ന വർഷം 1956. 1956. വായിച്ചു വളരാൻ, പഠിച്ചു മുന്നേറാൻ ഉന്നീസ് വിജയപാത സബ്സ്ക്രൈബ് ചെയ്യൂ. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആര്? കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ആര്? പി എൻ പണിക്കർ.
പി എൻ പണിക്കരാണ് കേരള ഗ്രന്ഥശാല സംഘത്തിന്റെയും ആദ്യത്തെ സെക്രട്ടറി. കേരള ഗ്രന്ഥശാല സംഘം രജത ജൂബിലി ആഘോഷിച്ചത് ഏതു വർഷമാണ്? 25ാം വാർഷികം. കേരള ഗ്രന്ഥശാല സംഘം രജത ജൂബിലി ആഘോഷിച്ചത് ഏതു വർഷമാണ്? 1970. 1970 കേരള ഗ്രന്ഥശാല സംഘം രജത ജൂബിലി ആഘോഷിച്ചത്. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ മുദ്രാവാക്യം എന്താണ്? കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ രജത ജൂബിലി ആഘോഷത്തിന്റെ മുദ്രാവാക്യം എന്താണ്? വായിച്ചു വളരുക, വായിച്ചു വളരുക എന്നാണ് മുദ്രാവാക്യം. പി എൻ പണിക്കരുടെ നേതൃത്വത്തിലുള്ള കേരള ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ്. പി എൻ പണിക്കരുടെ നേതൃത്വത്തിലുള്ള കേരള ഗ്രന്ഥശാല സംഘത്തിന് ലഭിച്ച യുനെസ്കോ അവാർഡ് ഏതാണ്? ക്രൂപ്സ്കായ അവാർഡ്. ക്രൂപ്സ്കായ അവാർഡ്. സാക്ഷരതാ പ്രവർത്തനത്തിനാണ് ക്രൂപ്സ്കായ അവാർഡ് ലഭിച്ചത്. കേരള ഗ്രന്ഥശാല സംഘത്തിന് ക്രൂപ്സ്കായ അവാർഡ് ലഭിച്ചത് ഏതു വർഷമാണ്? കേരള ഗ്രന്ഥശാല സംഘത്തിന് ക്രൂപ്സ്കായ അവാർഡ് ലഭിച്ചത് ഏതു വർഷമാണ്? ഉത്തരം 1975. 1975 കേരള ഗ്രന്ഥശാല സംഘത്തിന് ക്രൂപ്സ്കായ അവാർഡ് ലഭിച്ചത്. കേരള ഗ്രന്ഥശാല സംഘം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത വർഷം. കേരള ഗ്രന്ഥശാല സംഘം സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത വർഷം 1977. 1977 കേരള ഗ്രന്ഥശാല സംഘത്തെ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തത്. പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ അനൗപചാരിക വിദ്യാഭ്യാസത്തിനായി രൂപീകരിച്ച സമിതിയുടെ പേര്. പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ അനൗപചാരിക വിദ്യാഭ്യാസത്തിനായി രൂപീകരിച്ച സമിതിയുടെ പേര് കാൻഫെഡ്. കാൻഫെഡ് എന്നാണ് അനൗപചാരിക വിദ്യാഭ്യാസത്തിനായി പി എൻ പണിക്കർ നേതൃത്വം നൽകി രൂപീകരിച്ച സമിതി. പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ കാൻഫെഡ് നിലവിൽ വന്നത് എന്നാണ്? പി എൻ പണിക്കരുടെ നേതൃത്വത്തിൽ കാൻഫെഡ് നിലവിൽ വന്നത് എന്നാണ്? 1977 ജൂൺ 30. 1977 ജൂൺ 30 കാൻഫെഡ് നിലവിൽ വന്നത്. പണിക്കരുടെ നേതൃത്വത്തിൽ 1978 ഒക്ടോബർ 2 മുതൽ മഞ്ചേശ്വരത്തു നിന്നും നടത്തിയ സാക്ഷരതാ പ്രചരണ ജാഥയുടെ മുദ്രാവാക്യം എന്ത്? പണിക്കരുടെ നേതൃത്വത്തിൽ 1978 ഒക്ടോബർ 2 മുതൽ മഞ്ചേശ്വരത്തു നിന്നും നടത്തിയ സാക്ഷരതാ പ്രചരണ ജാഥയുടെ മുദ്രാവാക്യം എന്ത്? സാക്ഷര കേരളം സുന്ദര കേരളം. സാക്ഷര കേരളം സുന്ദര കേരളം. കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ തുടർച്ചയായി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്നത് ഏതു വർഷം? കേരള ഗ്രന്ഥശാല സംഘത്തിന്റെ തുടർച്ചയായി കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്നത് ഏതു വർഷം? 1991. 1991 കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ നിലവിൽ വന്നത്. പി എൻ പണിക്കർ മരണപ്പെട്ടത് എന്നാണ്? പി എൻ പണിക്കർ മരണപ്പെട്ടത് എന്നാണ്? 1995 ജൂൺ 19. 1995 ജൂൺ 19 പി എൻ പണിക്കർ മരണപ്പെട്ടത്. പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായന ദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം. പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ 19 വായന ദിനമായി ആചരിച്ചു തുടങ്ങിയ വർഷം 1996. 1996 ജൂൺ 19. ഇന്ത്യ മുഴുവൻ ജൂൺ 19 വായന ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? ഇന്ത്യ മുഴുവൻ ജൂൺ 19 വായന ദിനമായി ആചരിക്കാൻ തുടങ്ങിയ വർഷം ഏതാണ്? 2017. 2017 ജൂൺ 19 മുതലാണ് ഇന്ത്യ മുഴുവൻ വായന ദിനമായി ജൂൺ 19 ആചരിക്കാൻ തുടങ്ങിയത്. ജൂൺ 19 ദേശീയ തലത്തിൽ വായന ദിനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. ജൂൺ 19 ദേശീയ തലത്തിൽ വായന ദിനമായി പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. ഉത്തരം നരേന്ദ്രമോദി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പി എൻ പണിക്കർ സ്മാരക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷമാണ്? പി എൻ പണിക്കർ സ്മാരക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത് ഏതു വർഷമാണ്? 2004. 2004 ജൂൺ 19 പി എൻ പണിക്കർ സ്മാരക തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയത്.
വായിക്കുക വളരുക, വായിച്ചു വളരുക, വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. സാക്ഷര കേരളം, സുന്ദര കേരളം. അക്ഷരങ്ങളുടെയും വായനയുടെയും സാക്ഷരതയുടെയും പ്രാധാന്യത്തെ ഒന്നുപോലെ ഉദ്ഘോഷിച്ച ഈ സന്ദേശവാക്യങ്ങൾ മലയാളി നെഞ്ചിലേറ്റിയ വാക്യങ്ങളാണ്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.